ഹ്യൂമൻ റൈറ്റ്സ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം കല്ലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ റിപ്പബ്ലിക് ദിന പതാക ഉയർത്തി. ഹ്യൂമൻ റൈറ്റ്സ് പ്രസിഡന്റ് മിസ്റ്റർ അസീസ്, മറ്റ് ഭാരവാഹികളെ, പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ 77ാമത്തെ റിപ്പബ്ലിക് ദിന ആചരണത്തിൻ്റെ വേദിയിലാണ്. നമുക്കറിയാം 1950-ൽ നമ്മൾക്ക് റിപ്പബ്ലിക് ആയിട്ട് ഇന്ത്യയെ പ്രഖ്യാപിച്ചതിൻ്റെ 77ാമത്തെ ആഘോഷ വർഷമാണ് ഇന്ന് നമ്മൾ ആചരിക്കുന്നത്. നമ്മുടെ രാഷ്ട്രം ഈ കഴിഞ്ഞ ഏകദേശം 3/4 പതിറ്റാണ്ടോളമായിട്ട് കൈവരിച്ച നേട്ടങ്ങളും നമ്മളുടെ രാജ്യത്തിൻ്റെ പൗരന്മാരാണ് എന്ന് അഭിമാനപൂർവ്വം പറയാൻ സാധിക്കുന്ന ഒരു സാഹചര്യവും സൃഷ്ടിച്ചതിന് നമ്മളെല്ലാവരും നമ്മൾക്ക് തന്നെ നന്ദി പറയുക എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥ. നമുക്കറിയാം, നമ്മളിന്ന് അൺഫോൾഡ് ചെയ്ത ഈ ഇന്ത്യൻ ഫ്ലാഗ് അത് പ്രതിനിധീകരിക്കുന്ന പല അർത്ഥങ്ങളാണ്. ഫോറം സംസ്ഥാന പ്രസിഡന്റ് ടി.കെ. അബ്ദുൽ അസീസ് മുഖ്യ സന്ദേശം നൽകി. 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷം ഹ്യൂമൻ റൈറ്റ്സ് ഫോറം കല്ലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ജോസ് ചാക്കോ പെരിയപ്പുറം ഉദ്ഘാടനം ചെയ്യുക, ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യുക. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം പ്രമാണിച്ച് വിവിധ ഇടങ്ങളിലുള്ള മനുഷ്യാവകാശ പ്രവർത്തകരെ പ്രവർത്തകരെന്ന് പറഞ്ഞാൽ എല്ലാവരും വർക്കിംഗ് പൊസിഷനിലുള്ള ഡെസിഗ്നേഷനുള്ളവരാണ്. ജില്ലാ പ്രസിഡന്റ് കെ.എ. ആന്റണി, വി. ഖാദർ മാവേലി, നിഷാദ് ഷാമോൻ, നിയാസ് പി.എ., സജി നമ്പൂതിരി, മെൽവിൻ മിനോയ്, രാജേഷ് എസ്. ബാബു, ഓമന തോമസ്, മേരിക്കുട്ടി ജോർജ്, ജെസ്സി ജോസഫ്, എൻ.എം. ഹസൻ, കെ.എസ്. അബ്ദുൽ സലാം, കേശവൻ നമ്പൂതിരി, പ്രശാന്ത് തട്ടത്തുമല, റസൽ കക്കാട്ട്, ഇ.കെ. മുഹമ്മദ്, തങ്കച്ചൻ കാനപ്പിള്ളി, ജോൺ ജോർജ്, ഫോറം ഉപദേശക സമിതി അംഗവും ഫിലിം നിർമ്മാതാവുമായ ജെ. കുറ്റിക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. മനുഷ്യാവകാശ ഫോറം പ്രവർത്തകർ ചടങ്ങിൽ സംബന്ധിച്ചു. ഫോറം സംസ്ഥാന ട്രഷറർ കെ. അബ്ദുൽ റഹ്മാൻ നന്ദി രേഖപ്പെടുത്തി. ആദ്യം നമ്മൾ നൽകുകയുണ്ടായി. തുടർന്ന് ചില പോരായ്മകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാലും അദ്ദേഹം ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നതിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു. കൂടാതെ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ എല്ലാവിധ ആശംസകളും അദ്ദേഹത്തിന് അർപ്പിക്കുന്നു. ലോകസമാധാനത്തിനും ഐക്യത്തിനും വേണ്ടി ഇന്നത്തെ ഈ ഫ്ലാഗ് ഹോസ്റ്റിംഗ് ഉപകരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് 77ാമത്തെ ഇന്ത്യൻ റിപ്പബ്ലിക് ദിനം ആചരിക്കുകയാണ്. അതിന് നമുക്ക് കിട്ടിയത് വളരെ വിശാലഹൃദയനായ ഒരു അതിഥിയാണ്. അദ്ദേഹത്തിന് ഞാൻ ആദ്യമായി എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി രേഖപ്പെടുത്തുക. നമുക്കറിയാം, അദ്ദേഹം ഇന്ന് നമ്മൾ സംസാരിച്ച് ഈ കൊടിയുടെ 3 കളറുകളാണ്. ആ കളറുകൾ ഒപ്പിച്ച് നമുക്ക് ജീവിക്കുവാൻ, നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധ്യമാകണം. അതിലൊരു പോയിന്റ് അവർ ഒത്തുകൂടി ഈ ഫ്ലാഗ് ഹോസ്റ്റിങ്ങും മറ്റു പരിപാടികളിലും പങ്കെടുത്തതുപോലെ ഇന്ത്യയുടെ നേട്ടത്തിലും ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഒറ്റക്കെട്ടായി നാം രാഷ്ട്രീയ പാർട്ടിയോ മറ്റുള്ള മതങ്ങളോ വേർതിരിവില്ലാതെ ഒറ്റക്കെട്ടായി നാം നിൽക്കണമെന്നും ഈ സന്ദർഭവേളയിൽ അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. ഇന്ന് റിപ്പബ്ലിക് ആഘോഷിക്കുമ്പോൾ ഏതോ ഒരു തലത്തിലേക്ക് നമ്മൾ ഉയർന്നതുപോലെയുള്ളൊരു വികാരമാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് വേണ്ടി ഇന്നിവിടെ പതാക ഉയർത്തിയിരിക്കുന്നത് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു മഹൽ വ്യക്തി, ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാണ്. കാരണം അദ്ദേഹത്തിന് മറ്റു വിശേഷണങ്ങളൊന്നും തന്നെ ആവശ്യമില്ല. ഡോക്ടർ ജോസഫ് ചാക്കോ പെരിയപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ എല്ലാം മനസ്സിൽ ശരിക്കും പറഞ്ഞാൽ അറിയാതെ ഒരു തിരതല്ലുന്ന ഒരു പ്രതീതിയാണ്. അദ്ദേഹം നമുക്ക് വേണ്ടി ഇന്നത്തെ റിപ്പബ്ലിക് ദിന സന്ദേശം ഇവിടെ തന്നു. 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടി എന്നുള്ളതിനേക്കാൾ കൂടുതൽ ജനായത്ത രാജ്യമാക്കി ഇന്ത്യയെ മാറ്റുന്നതിന് വേണ്ടി അനേകം പേരുടെ പ്രവർത്തനത്തിന്റെ ഫലമായി കിട്ടിയിരിക്കുന്ന ഈ റിപ്പബ്ലിക് ദിനം
എത്രമാത്രം നമ്മുടെ ജീവിതത്തിലേക്ക് മാറ്റം വരുത്തേണ്ടതാണ് എന്നൊരു ബോധം നമ്മുടെ ഈ ആചരണത്തിലൂടെയും ആഘോഷത്തിലൂടെയും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭരണഘടന അനുശാസിക്കുന്ന പലതരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങൾ, ആ സ്വാതന്ത്ര്യമെല്ലാം നമ്മുടെ അവകാശങ്ങൾ പിടിച്ചു പറ്റുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനുള്ള ഒരു വേദിയായി ഈ ചെറിയ മനുഷ്യ ജീവിതം നമുക്ക് ഉപകരിക്കത്തക്ക വിധത്തിലാകുവാണെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമാകും. ഭരണഘടന അമെൻഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് പഴയ കുറേ ഒബ്സൊലേറ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളെല്ലാം ചേർത്ത് കണ്ടമാനം ഒരു കുഴഞ്ഞു കിടക്കുന്ന ഒരു ഭരണഘടനയാണ് അമേരിക്കയുടെ. അപ്പൊ ഇന്ത്യയുടെ ഭരണഘടനയുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ നമുക്ക് എല്ലാ അവകാശങ്ങളും ഏറ്റവും ചെറിയ റോഡിൽ കൂടെ പോകുന്ന ഭിക്ഷക്കാരന്മാർ മുതൽ എല്ലാവർക്കും സ്വന്തം അവകാശങ്ങളുണ്ട്. മറ്റുള്ള രാജ്യങ്ങളെ പോലെയുള്ള നോർത്ത് കൊറിയയിലെ കിങ് ജോങ് ഉൻ, അവിടെ നോർത്ത് കൊറിയയിൽ നമുക്കൊരു ഹെയർ ഡ്രസ് ചെയ്യണമെങ്കിൽ പോലും നിർത്തിച്ച് റിപ്പബ്ലിക്കായി ചേർന്നതിൻ്റെ ആഘോഷമാണ് നമ്മളിന്ന് ഇവിടെ ആഘോഷിക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യ എന്ന് മാത്രമല്ല, എല്ലാവർക്കും പൗരാവകാശവും സമാധാനമായി സന്തോഷമായി ജീവിക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ചുരുക്കം പറയുമ്പോൾ ഇന്ന് നമ്മൾ ഈ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞാലും ഭരണഘടന പല തത്വങ്ങളും മൗലിക അവകാശങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്ക് പല ഭാഗങ്ങളിലും ഇത്തരം അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന അവസ്ഥയുണ്ട്. അത് പല ഭാഗത്തുമുണ്ട്, ഭരണകർത്താക്കളുമുണ്ട്, സമൂഹത്തിൽ നിന്നുമുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതനുസരിച്ച് അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ഉദ്ദേശിച്ചുള്ള ഭരണഘടന വിഭാവനം ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കാനുള്ള മനസ്സ് എല്ലാവരും കൃത്യമായും സംഘടന വഴിയും പ്രവർത്തിക്കണമെന്നുള്ള ഒരു ആഹ്വാനമാണ് എനിക്ക് മാർഗനിർദ്ദേശം തന്നുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം എന്നൊരു അഭ്യർത്ഥനയുണ്ട്. കൂടാതെ ഞാനിവിടെ കൂടിയിരിക്കുന്ന മനുഷ്യാവകാശ പ്രവർത്തകരെ പറ്റി ഓർക്കുമ്പോൾ മുമ്പ് ഒരിക്കൽ ഏതൻസിൻ്റെ തെരുവീതികളിലൂടെ ഒരു നട്ടുച്ചയ്ക്ക് ഒരു മെഴുകുതിരിയും കത്തിച്ച് നടന്നു പോയൊരു മനുഷ്യനുണ്ടായിരുന്നു അരിശൂട്ടിൽ. അദ്ദേഹത്തോട് ആളുകൾ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ നട്ടുച്ചയ്ക്ക് മെഴുകുതിരി കത്തിച്ചിങ്ങനെ നടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാനൊരു മനുഷ്യനെ അന്വേഷിച്ചിറങ്ങിയതാണെന്നാണ്. ആ രീതിയിലുള്ള മനുഷ്യരെയാണ് ഞാനിവിടെ കാണുന്നത്. ഈ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ യാതൊരു പ്രതിഫലേച്ഛയും കൂടാതെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഈ മനുഷ്യർക്ക് എല്ലാവർക്കും തന്നെ നന്ദി അർപ്പിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കാം, നമുക്കെല്ലാവർക്കും ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. ഇന്ന് എനിക്ക് കൂടുതൽ സന്തോഷവും ഇഷ്ടവും തോന്നുന്നത്, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത നമ്മുടെ ബഹുമാന്യനായ ഡോക്ടർ ജോസ് ചാക്കോ, എനിക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാൻ പറ്റിയത് നമ്മുടെ പ്രവർത്തനത്തിൽ വന്നു അതിൽ പങ്കാളിയാകുവാനും അദ്ദേഹത്തിന് നമ്മുടെ ഇന്നത്തെ ദിവസത്തിൻ്റെ പുതുമയെപ്പറ്റി അദ്ദേഹത്തിന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുവാനും, പ്രത്യേകിച്ച് സംസ്ഥാന പ്രസിഡന്റ് അസീസ് സാറ് അദ്ദേഹത്തിൻ്റെ ഉള്ളറിഞ്ഞ് അദ്ദേഹത്തെ പറ്റി തന്ന വിവരണവും അദ്ദേഹത്തിനോടുള്ള ബഹുമാനം വർദ്ധിക്കുന്നു. ഈ ഞങ്ങൾക്കിവിടെ ഒരു മാർഗനിർദ്ദേശം ചെയ്തുകൊണ്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ഭാരതം ലോകാസമസ്ത സുഖിനോർ ഭവന്തു എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള നാടാണ്. വസുദൈവ കുടുംബകം, ലോകത്തിലുള്ള എല്ലാവർക്കും, അല്ലെങ്കിൽ ഒരു പ്രത്യേക രാജ്യത്തിലെ ആൾക്കാർ മാത്രമല്ല, വസുദൈവ കുടുംബകം എല്ലാ കുടുംബമായിട്ട്, ലോകം മുഴുവൻ കുടുംബമായിട്ട് എല്ലാ തത്വവാക്യം കൊണ്ടു കിടന്ന രാജ്യമാണ്. അപ്പോൾ ഇവിടെ ജാതി മത ലിംഗ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരു കുടക്കീഴിൽ അണിനിരക്കുന്ന ഒരു ഭംഗിയായുള്ള കാഴ്ച ഭാരതത്തിൽ വന്നാൽ കാണാൻ പറ്റും. പാരിപ്പുള്ള നല്ല നാട് നമ്മ ഭാരത നാടെന്ന് ഭാരതീയത്തിൽ കവിതയിൽ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും മുഖ്യാതിഥിയായി നമുക്ക് ഇന്ന് ലഭിച്ചത് ലോകത്തിലെ തന്നെ പ്രഗത്ഭരായ ഹൃദയ ശസ്ത്രക്രിയാ വിഭാഗത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു ഡോക്ടറെയാണ്. അപ്പോൾ അദ്ദേഹത്തിനെയാണ് നമുക്കെല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞ ഈ അവസരത്തിലേക്ക് നമുക്ക് സ്വീകരിക്കേണ്ടത്. അദ്ദേഹത്തിന് ഏറ്റവും ബിസി ആയിട്ടുള്ള ഷെഡ്യൂൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. അദ്ദേഹം അത്രയും വിദഗ്ധനായ ഏറ്റവും തിരക്കുള്ള ഒരു ഡോക്ടറെ ഇത്രയും നേരം തന്നെ നമ്മളുടെ കൂടെ ചെലവഴിച്ചതിന് തന്നെ അദ്ദേഹത്തിന് ഏറ്റവും കൃത്യമായ നന്ദി ഞാൻ ഹ്യൂമൻ റൈറ്റ്സ് ഫോറത്തിന് വേണ്ടി ഞാനിവിടെ ചെലവഴിക്കുന്നു സാർ. താങ്ക് യു സോ മച്ച്. പവിത്രമായ ഇന്നത്തെ ഈ ചടങ്ങിന് ജീവിത താളത്തെ താരാട്ട് പാടാൻ ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങി വന്ന ഡോക്ടർക്ക് നമുക്കിന്ന് ആദിത്യൻ അനുഭവം. ഏറെ സന്തോഷം, ഹൃദയം നിറഞ്ഞ
മനസ്സ് നിറഞ്ഞ ഞങ്ങളുടെ ഹ്യൂമൻ റൈറ്റ്സ് ഫോറത്തിൻ്റെ ആത്മാർത്ഥത നിറഞ്ഞ സർവ്വവിധ ഐശ്വര്യങ്ങളും ഭാവങ്ങളും നേർന്നുകൊണ്ട് താങ്കൾക്ക് ഞങ്ങളുടെ ഹൃദയപൂർവ്വമായ നന്ദി. അതുപോലെ തന്നെ ഇന്ന് ഈ ചടങ്ങിനെത്തിയ വിശിഷ്ട ഇന്ന് അധ്യക്ഷം വഹിച്ച നമ്മുടെ സാരഥി അബ്ദുൽ അസീസ് സാർ ഉൾപ്പെടുന്ന ഇന്നത്തെ ഈ വ്യക്തമായ മനുഷ്യത്വപരമായി അല്ലെങ്കിൽ ഹൃദയം നിറഞ്ഞ ഹൃദയത്തിൻ്റെ സന്തോഷം നിറഞ്ഞ ഈ ഏതൊരു സമയത്തും വിളിച്ചാൽ ഓടിയെത്തുന്ന നമ്മുടെ പ്രവർത്തകരെ നിങ്ങൾക്ക് ഏവർക്കും 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ സർവ്വവിധ മംഗളങ്ങളും ആശംസിച്ചുകൊണ്ട് നന്ദി അർപ്പിച്ച് ഞാൻ